PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 10ാം ക്ലാസ്സുകാരുടെ മാത്സ് ആണ് എടുക്കുന്നത്. മാത്സ് ചാപ്റ്റർ 5 ത്രികോണമിതി ആണ് നമ്മൾ എടുക്കുന്നത്. ത്രികോണമിതിയിലെ നമ്മൾ പറഞ്ഞിരുന്നു പുതിയ ടോപ്പിക്കാണ് ന്യൂ മെഷേഴ്സ് ഓഫ് ദ ആംഗിൾസ്. പുതിയ അളവുകളാണ് നമ്മൾ എഴുതുന്നത്. നമ്മുടെ ടോപ്പിക് എഴുതി വയ്ക്കുക, ന്യൂ മെഷേഴ്സ് ഓഫ് ദ ആംഗിൾ. മലയാള മീഡിയത്തിന്റെ പുതിയ കോണുകൾ, പുതിയ കോൺ അളവുകള്. നമുക്ക് ഇത്രയ്ക്കുള്ളൂ, ഇത് എളുപ്പമാണ് ശരിക്കും ഒന്ന് മനസ്സിലാക്കാം. നോക്കാം, 2 ട്രയാങ്കിൾ ആണ് നമ്മളിപ്പോ പഠിച്ചിട്ടുള്ളൂ ഇല്ലേ? 45, 45, 90, പിന്നെ 30, 60, 90. ഇതിന്റെ രണ്ടിന്റെ റേഷ്യോ നമ്മൾ പഠിച്ചേക്കുന്നല്ലേ? 45 എതിരെയുള്ളത് എത്രയാണ്? 1x. ഇവിടെ 45 1x, ഇത് √2x. 1:1 ആണ്. ഇവിടെ 30-നെതിരെയുള്ളത് 1x, 60-നെതിരെയുള്ളത് √3x, 90-നെതിരെയുള്ളത് 2x ആണ്. എല്ലാവർക്കും റേഷ്യോ അറിയാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ട്രിഗണോമെട്രിയുടെ ത്രികോണമിതിയിലെ അളവുകളാണ്. സൈൻ, കോസ്, ടാൻ. പിന്നെ കോട്ട് ഉണ്ട്, അത് നിങ്ങൾക്ക് പഠിക്കാനില്ല. നിങ്ങൾക്ക് ആദ്യത്തെ 3 ഉള്ളൂ. അപ്പൊ നമ്മൾ അത് 3 പഠിക്കുന്നുള്ളൂ. സൈൻ, കോസ്, ടാൻ ആണ്. അതിലെ സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സൈൻ എ, ആംഗിൾ എ ഇത് കൊടുക്കുകയാണ്. നമ്മൾ ഒരു ആംഗിളിന് സൈൻ എ കാണാനായിട്ട് 3 കാര്യം ഒന്ന് ഫോർമുല പഠിച്ചു വയ്ക്കാം കേട്ടോ. എന്താണെന്ന്? സൈൻ എ എന്ന് പറഞ്ഞാൽ എയുടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. എഴുതി വെക്കാം. സൈൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് എതിർവശം ബൈ കർണം. എഴുതിയോ? സൈൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? എതിർവശം ബൈ കർണമാണ്. അപ്പൊ കോസ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് എ 45ന്റെ കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസന്റ് സൈഡ്, സമീപവശം ബൈ കർണം. അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. ഇനി ടാൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസിക്കൽ ടു ആംഗിൾ എ ആണ് കേട്ടോ. സൈൻ ആംഗിൾ എ, സൈൻ ടാൻ. ടാൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിൾ എയുടെ ടാൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, എതിർവശം ബൈ കർണം. ഇത് എതിർവശം ബൈ സമീപവശം കേട്ടോ. ഇത് 3 പഠിച്ചാൽ നമുക്ക് പാഠം എളുപ്പമായി. ഇത്രയ്ക്കുള്ളൂ. സൈനും കോസും ടാനും കണ്ടുപിടിക്കാനായിട്ട്. സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ ഏത് ആംഗിളിന്റെ ആയാലും സൈൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ട് എടുക്കുന്ന സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്, എതിർവശം ബൈ കർണമാണ്. ഇവിടെ കോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമീപവശം, അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്, സമീപവശം ബൈ കർണമാണ്. ഇനി ടാൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, എതിർവശം ബൈ അഡ്ജസന്റ് സൈഡ്, സമീപവശം. ഇനി ഇത് വെച്ച് നമുക്ക് ഈ 45, 30, 60, 90 ഇതാണ് സാധാരണ നമുക്കുള്ളത്. നിങ്ങൾക്ക് ഭുജത്തിന്റെ പിന്നെന്താണ് 30, 60, 45, 90 ഇത്രയും അളവുകളുടെയാണ് സൈനും കോസും ടാനും പഠിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് 45ന്റെ പറഞ്ഞു നോക്കിയേ. 45ന്റെ സൈൻ എന്താണെന്ന് നിങ്ങളിങ്ങനെ എഴുതാണെങ്കിൽ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ? 45ന്റെ ഇങ്ങനെ ഒരു ടേബിൾ ആക്കി നമുക്ക് എഴുതാൻ പറ്റും. 45ന്റെ സൈൻ എത്രയാ? 45 തമ്മിൽ ഈ ആംഗിളാണ്. അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എത്രയാ? ഓപ്പോസിറ്റ് സൈഡ് 1 അല്ലേ? 45ന്റെ എതിർവശം 1 ആണ്. ബൈ ഹൈപ്പോട്ടിന്യൂസ് എത്രയാണ്? √2 ആണ്. ഒരു x ബൈ √2x എന്ന് പറഞ്ഞാൽ x വെട്ടിപ്പോയി. അപ്പൊ നമുക്ക് എത്രയാണ്? 45ന്റെ സൈൻ എത്രയാണ്? 1 ബൈ √2 കിട്ടിയില്ലേ? ഇനി 45ന്റെ കോസ് എത്രയാണ്? കോസ് 45 എന്ന് വെച്ചാൽ 45ന്റെ കോസ് നോക്ക്. നമ്മുടെ ഫോർമുലയിലെ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്, സമീപവശം ബൈ കർണമാണ്. എന്ന് പറഞ്ഞാൽ ഒരു എക്സിന് 1, സമീപവശം 1 അല്ലേ? 1 ബൈ √ ഹൈപ്പോട്ടിന്യൂസ് √2 ആണ്. കിട്ടി. ഇനി ടാൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? 45 വശം 1 ആണ്.
അഡ്ജസന്റ് സൈഡ് എത്രയാ? 1. 1/1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1. കിട്ടി, 3 അളവും കിട്ടി. 45ന്റെ സൈൻ 45 കിട്ടി, കോസ് 45 കിട്ടി, ടാൻ 45 കിട്ടി. ഇത് ബൈ ഹാർട്ട് പഠിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇനി അഥവാ മറന്നു പോയാലും ഈ 2 ട്രയാങ്കിൾസ് മനസ്സിലോർത്താൽ നമുക്ക് എഴുതിണ്ടാക്കാം. അപ്പൊ പരീക്ഷയ്ക്ക് വന്ന് നിങ്ങൾക്ക് ഇത് മറന്നു പോയാലും കുഴപ്പമില്ല, കാരണം എഴുതി നോക്കിയാൽ മതി. 45 90 എന്ന് പറയുമ്പോ സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റന്റ് ആണ്. അപ്പൊ 1/√2. കോസ് 45 എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സമീപവശം ബൈ കർണമാണ്. അഡ്ജസ്റ്റന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. അപ്പൊ 1/√2 തന്നെ. ഇനി ടാൻ 45 എന്ന് പറയുമ്പോൾ 1/1 ഓപ്പോസിറ്റ് ബൈ സമീപവശം അഡ്ജസ്റ്റന്റ് സൈഡ്. അപ്പൊ 1 കിട്ടി. അപ്പൊ ഇതൊന്ന് ബൈ ഹാർട്ട് പഠിച്ചേ. 45ന്റെ സൈൻ 45 എത്രയാ? സൈൻ എയുടെ 45 ഡിഗ്രി 1/√2. കോസ് എത്രയാണ്? 1/√2. ടാൻ എത്രയാ? 1. 45 കേട്ടോ. ഇനി അടുത്തത് 30ന്റെ നമ്മൾ ചെയ്യാം. 30ന്റെ എങ്ങനെയാ 30ന്റെ കാണാൻ നോക്കാം. ഇത് 30ന്റെ ഓപ്പോസിറ്റ് സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അതെന്തായാലും കിട്ടണം കേട്ടോ. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ്. 30നെതിരെയുള്ള വശം എത്രയാ? 1 ബൈ ഹൈപ്പോട്ടിന്യൂസ്. ഹൈപ്പോട്ടിന്യൂസ് എത്രയാ? 2. 1/2 കിട്ടി. ഇനി കോസ് 30 എന്ന് പറയുന്നത് എത്രയാണ്? സമീപവശം ബൈ കർണം. അഡ്ജസന്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എത്രയാണ്? √3/2. ഇനി ടാൻ എ എത്രയാ? ടാൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് 1/√3 കിട്ടിയ എല്ലാവർക്കും. അപ്പൊ 30ന്റെ നമുക്ക് 3 തന്നെ കിട്ടി. ഇനി അടുത്തത് നമ്മൾ 60ന്റെ ആണ്. 60ന്റെ എന്താ കാണുന്നത്? 60 വരുന്ന സമയത്ത് ഈ 60ന്റെ സൈൻ 60 ഏത് ആംഗിൾ ആണെങ്കിലും അതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് നോക്കേണ്ടത്. സൈൻ 60 എന്ന് പറഞ്ഞാൽ 60ന്റെ ഓപ്പോസിറ്റ് എത്രയാണ്? √3 ബൈ ഹൈപ്പോട്ടിന്യൂസ് 2 അല്ലെ. സൈൻ 60 എന്ന് പറഞ്ഞാൽ √3/2. ഇനി കോസ് 60ന്റെ കോസ് എന്ന് പറഞ്ഞാൽ 60ന്റെ സമീപവശം തൊട്ടടുത്ത് എടുക്കുന്നത് അഡ്ജസന്റ് സൈഡിൽ നിന്ന് 1 ആണ്. 1/2 കിട്ടി. ഇനി ടാൻ 60 എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് √3/1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? √3. ഇത് 3ഉം നിങ്ങൾക്ക് ബൈ ഹാർട്ട് പഠിക്കണം. ഇനി അടുത്ത 90 പറഞ്ഞുതരാം. പക്ഷെ ഇവിടെ ഇത് 3 പഠിക്കാനായിട്ട് ഇനി മുതൽ നോക്കാൻ എളുപ്പമാണ് പഠിക്കാനായിട്ട്. ഓർത്തേക്കാൻ 45ന്റെ സൈൻ എന്ന് പറഞ്ഞാൽ 1/√2 ആണ്. കോസും 1/√2 ആണ്. ടാൻ എത്രയോ? 1. അപ്പൊ 45ന്റെ എളുപ്പമായില്ലേ? ഇത് 1/√2, ഇത് 1/√2, ഇത് 1 ആണ്. കിട്ടിയോ? ഇനി 30ന്റെ വരുന്ന സമയത്ത് 30ഉം 60ഉം തമ്മിൽ റിലേഷൻ ഉണ്ട് കേട്ടോ. നോക്കാം. 30ന്റെ സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2 ആണെങ്കിൽ എന്താണ്? 60ന്റെ കോസ് ആണ് കേട്ടോ. 60ന്റെ കോസ് ആണ് വരുന്നത് 1/2. ഇനി 60ന്റെ സൈൻ √3/2ഉം 30ന്റെ കോസ് 30/2. 60ന്റെ സൈൻ എത്രയാണ്? √3/2ഉം ഇവിടെ കോസ് എത്രയാണ്? 30ന്റെ ആണ് √3/2. ഇത് രണ്ടും തുല്യമാണ്. ഇനി ടാൻ നോക്കുമ്പോ ടാൻ എന്താണ്? 45ന്റെ 1 ആണ്, 30ന്റെ 1/√3 ആണ്, 60ന്റെ √3 ആണ്. ഇത് നമുക്ക് എപ്പോഴും കണക്ക് ചെയ്യുമ്പോൾ ബൈ ഹാർട്ട് കിട്ടണം. ഒന്നുകൂടി പഠിച്ചു വയ്ക്കുക. 45ന്റെ 1/√2, 1/√2 1. അതുപോലെ തന്നെ 30ന്റെ ആണെങ്കിൽ സൈൻ 1/2, √3/2, 1/√3. 60ന്റെ √3/2, 1/2, then √3. ഇത്രയുമാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഇനി നമുക്ക് 90 കൂടി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ടെക്സ്റ്റിന്റെ ബാക്കില് നമുക്ക് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിനു മുമ്പ് നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 45 എന്ന് പറഞ്ഞാൽ 1/√2 ആണ് അല്ലെ. ഇതിന്റെ സൈഡിൽ ഇവിടെ ഭൂജത്തിന്റെ കൂടി നമുക്കൊരു കളി. ഭൂജം എന്ന് പറയുമ്പോ സൈൻ എത്രയാണ്? ഭൂജം തുടങ്ങി ഇവിടെ 90ന്റെ വരുമ്പോ 1 ആണ്. ഭൂജം തുടങ്ങി 1 വരെയാണ് സൈൻ വരുന്നത്.
45-ന്റെ. അത് നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കാനില്ല. 90-ഉം 0-ഉം നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കണ്ട. ഇപ്പൊ നിങ്ങൾ ഇത്രയും 3 പഠിച്ചാൽ മതി. 45, 30, 60 ഈ 3 അളവുകളാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിന്റെ സൈനും കോസും ടാനും. ഇനി നമുക്ക് കണക്കുകളാണ് ചെയ്യാനുള്ളത്. പേജ് നമ്പർ 108 ഒരു കണക്കുണ്ട്. ഒരു ട്രയാങ്കിൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിന് മുമ്പ് ഉണ്ട് കേട്ടോ. പേജ് നമ്പർ 107 കൂടി ഒരു കണക്കുണ്ട്. എന്നിട്ട് വേണം 108. പേജ് നമ്പർ 107 എടുക്കുക. അതിനെ പ്രോബ്ലം ചെയ്യാം. ഒരു ട്രയാങ്കിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അതിന് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഈ ട്രയാങ്കിളില് ഈ സൈഡ് 6 സെന്റിമീറ്റർ, ഈ സൈഡ് 4 സെന്റിമീറ്റർ ആൻഡ് ദിസ് ആംഗിൾ ഈസ് 50 ഡിഗ്രി. ഈ ആംഗിൾ നമുക്ക് 50 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. വേറൊന്നും തന്നില്ല. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഈ ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ ആണ്. ഈ ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പേര് കൊടുക്കാണ് ABC. വാട്ട്സ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ? ഹാഫ് AB അല്ലേ ഇൻറ്റു H ആണ്. ഈ H നമുക്ക് തന്നിട്ടില്ല. ഈ H നമുക്ക് കണ്ടുപിടിക്കണം. ഇതിന്റെ ഏരിയ കാണണമെങ്കിൽ ഇതിന്റെ H നമുക്ക് കിട്ടണം അല്ലേ. AB നമുക്കറിയാം ഇവിടെ എത്രയാണെന്ന്, 6 സെന്റിമീറ്റർ ആണ്. പക്ഷെ H കിട്ടണം. H കിട്ടണമെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ആംഗിള് 30, 60, 90 ആണെങ്കിൽ നമുക്കറിയാം. കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു അല്ലേ. കാരണം ഇത് 90 ആണ്. 90-നെതിരെയുള്ള വശം 2x ആണെങ്കിൽ, അല്ലെങ്കിൽ 30-ന്റെ ആണോ, ഇത് √2, 45, 90-ന്റെ ആണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് 50 ഡിഗ്രിയാണ്. അതിന് നമുക്ക് ടെക്സ്റ്റിന്റെ ബാക്കില് ഈ പാഠത്തിന്റെ ഏറ്റവും അവസാനം ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിൽ നോക്കിയിട്ട് നമ്മൾ സൈൻ എന്താ കോസ് നമുക്ക് എക്സാമിന് നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ തരും. എത്രയാണ് 50-ന്റെ സൈൻ, എത്രയാണ് 50-ന്റെ കോസ് എത്രയാണ് നമുക്ക് തരും. ഇവിടെ സൈൻ 50 നമുക്ക് തന്നിട്ടുണ്ട്. എക്സാമിന് നിങ്ങൾക്ക് തരും കേട്ടോ. 0.7660 ആണ് തന്നിരിക്കുന്നത്. സൈൻ 50 കേട്ടോ. സൈൻ 50 ഡിഗ്രി. സൈൻ 50 ഡിഗ്രി ഇത്രയാണ് നമുക്ക് തരും ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പൊ നമ്മൾ ഇനി കണ്ടുപിടിക്കണമെങ്കിൽ നോക്കാം. ഈ H കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് നോക്കി. AC ഇവിടെ D കൊടുക്കുകയാണെങ്കിൽ ACD എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുക. അതിൽ ഇത് 50 ഡിഗ്രിയാണ്. 50 ഡിഗ്രിയുടെ നമുക്ക് സൈൻ ആണോ കോസ് ആണോ ടാൻ ആണോ കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കാം ആദ്യം. എന്നിട്ട് അവർ തന്നിരിക്കുന്നത് എന്താണ്? ഇവിടെ സൈനും കോസും ടാനും നമുക്ക് തരും. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ബ്രാക്കറ്റിൽ തരും സൈൻ എത്രയാണ്, കോസ് എത്രയാണ്, ടാൻ എത്രയാണ്. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് നമുക്ക് ടെക്സ്റ്റിന്റെ ബാക്കില്, ഈ പാഠത്തിന്റെ ബാക്കിൽ നമുക്ക് തരുന്നുണ്ട് ഒരു ടേബിള്. സൈനും കോസും ടാനും എല്ലാത്തിന്റെയും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഈ H കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? എന്താണ് 50-ന്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്നത് എന്താണ്? ഹൈപ്പോട്ടിന്യൂസ്. കർണമല്ലേ തന്നിരിക്കുന്നത്. ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് കാണണം. ഇതിനെ തന്നിരിക്കുന്നത് കർണമാണ്, ഹൈപ്പോട്ടിന്യൂസ് ആണ്. അപ്പൊ നമുക്ക് ഏത് ഇക്വേഷനാണ് ഏതാ കാണേണ്ടത്? സൈൻ ആണോ കോസ് ആണോ ടാൻ ആണോ? സൈൻ 50 ആണ് കാണേണ്ടത് അല്ലെ. സൈൻ 50 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് H അല്ലെ, CD. H എഴുതാം, അല്ലെങ്കിൽ CD ബൈ ഹൈപ്പോട്ടിന്യൂസ് എത്രയാണ്? 4. അപ്പോ CD കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? CD അതല്ലേ നമുക്ക് വേണ്ടത്. സൈൻ 50 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ. സൈൻ 50 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? CD ബൈ 4 ആണ്. CD ഈസ് ഈക്വൽ ടു എത്രയാ? അങ്ങനെയാണെങ്കിൽ CD കാണണമെങ്കിൽ ഈ 4 ഇങ്ങോട്ടല്ലേ കൊണ്ടുപോകേണ്ടത്. അപ്പൊ സൈൻ 50 ഇൻറ്റു 4 ആവും. സൈൻ 50 എത്രയാണ് തന്നിട്ടുണ്ട്? 0.7660. അതിനെ നമ്മൾ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം?
4 കൊണ്ട് നമ്മള് ഇൻഡു ചെയ്യാം. എല്ലാരും ഇൻഡു ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടും. ഇവിടെ എത്രയാണ് കണ്ടന്റ് ഡിഡക്ഷന് 3.064. ഇൻഡു ചെയ്തെല്ലാരും നോക്കണം കേട്ടോ. 0.7660 4 കൊണ്ട് ഇൻഡു ചെയ്തപ്പോ നമുക്ക് എത്ര കിട്ടി? 3.064 ആണ് കിട്ടണത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ ഏരിയ കാണണം. ഏരിയ കാണാൻ എന്താ ചെയ്യാ? അപ്പൊ ഇവിടെ സി ഡി കിട്ടി, എച്ച് കിട്ടി. എച്ച് എത്ര കിട്ടിയ? 3.064 ആണ്. 3.064 എന്ന് പറഞ്ഞാൽ ഏരിയ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ഈ ത്രികോണത്തിന്റെ പരപ്പളവ് കാണാൻ നമുക്ക് എന്താ കിട്ടണത്? ഹാഫ് എ ബി 6 ഇൻറ്റു 3.064. ഇത് വെട്ടിപ്പോയി നമുക്ക് എത്ര കിട്ടി? 3 ആണ് കിട്ടുന്നത്. അപ്പൊ 3 ഇൻറ്റു 0.3 ഇൻറ്റു 3.064 നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 9.19 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഏരിയ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. മനസ്സിലായില്ല എല്ലാവർക്കും? ഏരിയ കാണാൻ നമ്മൾ എന്താ ചെയ്ത്? ഹാഫ് ബി ഇൻറ്റു എച്ച് കണ്ടുപിടിച്ചു. ഇതേപോലെ തന്നെ അടുത്തൊരു ട്രയാങ്കിൾ കാണണം. ഉത്തരം ഇതൊക്കെ തന്നെയാണ് വരുന്നത് കേട്ടോ. പക്ഷെ ഈ ട്രയാങ്കിളിന്റെ നോക്കാം. അടുത്ത ട്രയാങ്കിൾ എല്ലാവരും വരയ്ക്കുക. നെക്സ്റ്റ് പേജിൽ ഒരു ട്രയാങ്കിൾ തന്നിരിക്കുന്നത് ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. ആണ്. ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിലൊന്നും ചെയ്യാനില്ല കേട്ടോ. കാരണം ഇതിന്റെ ആംഗിൾ ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇതിൽ തന്നിരിക്കുന്നത് 130 കേട്ടോ. 130 ആണ്. ഈ സൈഡ് 6ഉം ഈ സൈഡ് 4ഉം. നമ്മൾ നേരത്തെ ചെയ്ത ട്രയാങ്കിളിന്റെ പോലെ തന്നെ നേരത്തെ ചെയ്തതിൽ എത്രയാണ്? ഇത് 50 ഡിഗ്രി ആയിരുന്നു അല്ലെ? ഇത് 50 ഡിഗ്രി ആയിരുന്നു. അപ്പൊ നമ്മൾ എച്ച് കണ്ടുപിടിച്ചിരുന്നു. ഈ സൈഡ് 6, ഇത് 4 ആയിരുന്നു. ഇപ്പോഴും നമുക്ക് ഈ ട്രയാങ്കിളിന്റെ ഏരിയ കാണണമെങ്കിൽ ഇത് ഇങ്ങനെ കാണാൻ നമുക്ക് പറ്റില്ല. നമുക്ക് ഇതിലെ ട്രിഗണോമെട്രിയിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം? റൈറ്റ് ആംഗിൾ ഇവിടെ നമുക്ക് എച്ച് കണ്ടുപിടിച്ചാലല്ലേ ഈ ട്രയാങ്കിളിന്റെ ഏരിയ. ഈ ട്രയാങ്കിളിന്റെ ഏരിയ കാണണമെങ്കിൽ ഈ എച്ച് നമുക്ക് കിട്ടണം. ഈ എച്ച് കിട്ടണമെങ്കിൽ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല എന്താ? ട്രയാങ്കിളിന്റെ ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് എ ബി ഇൻറ്റു എച്ച് ആണ്. ഇവിടെ നമുക്ക് എച്ച് ഇവിടെ പുറത്താണ് കേട്ടോ. ഇവിടെ നമ്മൾ ഉള്ളിൽ എച്ച് കണ്ടുപിടിച്ചില്ലേ? അതേപോലെ തന്നെ ഇവിടെ എച്ച് കണ്ടുപിടിക്കണം. അതിൽ ഇവിടെ നമുക്ക് എച്ച് എത്ര കിട്ടിയിരുന്നത്? എച്ച് നമുക്ക് കിട്ടിയിരുന്നത് 3.064 ആണ് കിട്ടിയിരുന്നത് അല്ലെ? ഇനി നമ്മൾ അതുപോലെ തന്നെ ഇവിടെ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനെ നമ്മൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഇവിടെ ആക്കി അല്ലെ? ഇതാണ് 90 ഡിഗ്രി. ഈ ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. ഇത് 130 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 50 ഡിഗ്രി അല്ലെ? അപ്പൊ 50 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് എങ്ങനെ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നത്? അപ്പൊ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വന്നാലും ഈ ഒരു ട്രയാങ്കിൾ വന്നാലും സെയിം ഉത്തരമാണ് കിട്ടുന്നത്. കാരണം ഇത് 130 ആണെങ്കിൽ ഇപ്പുറത്തെ ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കുക. ഇത് 50 ആണ്. അപ്പൊ 50ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എച്ച് ആണ്. ഹൈപ്പോട്ടീനസ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ കണക്കിൽ നമ്മൾ ചെയ്തതാണ്. അതുകൊണ്ട് ഇതിന്റെ സ്റ്റെപ്പ് എഴുതാൻ എന്താണ്? സൈൻ 50 ഈ 50-നെതിരെയുള്ള സൈഡ് നമുക്ക് h ആണ് ബൈ ഹൈപ്പോട്ടീനൂസ് 4 ആണ് അല്ലെ? അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ സൈൻ 50 × 4 അത് നമ്മൾ നേരത്തെ ചെയ്തതാണ്. അപ്പൊ നമുക്ക് കിട്ടിയ എത്രയാണ്? 0.64. ഇനി ഏരിയ കാണാനും ഇതുപോലെ തന്നെ ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ബി ഇൻറ്റു എച്ച്. ബി ഇതിന്റെ എത്രയാണ്? 6 ആണ്. ഇൻറ്റു എച്ച് 3.064. ഇവിടെയും നമ്മള് വെട്ടിക്കളഞ്ഞു. ഇതും നമ്മൾ കഴിഞ്ഞ കണക്കിൽ ചെയ്തതാണ്. 3 ഇൻറ്റു 3.064 എത്രയാണ്? 9.19 ആണ്. ഇതാണ് നമ്മുടെ ഉത്തരം. അപ്പൊ രണ്ട് കണക്കിലും ഒരേപോലെ ഏരിയ ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് കാണിച്ചത്. ഇതിന്റെ ഇവിടെയാണ് ആംഗിൾ 50, ഇത് 130 തന്നാലും നമുക്ക് ഇത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കാണ്. അടുത്ത കണക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുത്തത്.